നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും സീതേച്ചിക്ക് ആശ്രമത്തിന് വീട് എഴുതി കൊടുക്കാൻ എങ്ങനെ തോന്നി? മക്കളും മരുമക്കളോടും കേബിൾ ജീവനക്കാരായ എന്നോടും പറയാണ്ട് എങ്ങനെ എഴുതി കൊടുക്കാൻ തോന്നി? ഷാഹിന മുതലാളിക്കങ്ങ് പറയായിരുന്നു എന്നോട്. ഞാൻ എന്ത് പറയാനാ മനോരേട്ടാ? എന്റെ മുതലാളി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നാല് ഏടെ കേറി കിടക്കും റോഡുമ്മയാ. എന്റെ അമ്പിളിക്കൊക്കെ അങ്ങനെ റോഡിൽ കിടക്കേണ്ട ആവശ്യമൊന്നും വരൂല മനോഹരേട്ടാ. വരൂല. എന്റെ വീട്ടിലേക്ക് വരാം, രണ്ടാക്കും എന്റെ വീട്ടിലേക്ക് വരാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എനിക്കൊരു വീടുണ്ടല്ലോ, ഞാനും അമ്പിളിക്കും കൂടെ അങ്ങോട്ട് പൊക്കോളൂ. എന്തിനാ ബാപ്പേനും ഉമ്മേനും ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്ക് എന്തിനു ശല്യാക്കുന്നത്? എന്റെ വീട്ടിലേക്ക് വന്നോ, അവിടെ ഒരു കുഞ്ഞില്ല, ആകെയില്ല കുഞ്ഞി ഞാനാണ്. കണ്ടോ ഷാഹിന, അമ്പിളി ഇവിടെ ഉള്ളപ്പോ എപ്പോഴും അവനെ ചീത്തറയിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം സഹായിക്കാൻ അവനെ ഉണ്ടായുള്ളൂ. അതെ. ഷാനോനളി വാടകയായിട്ട് ഒരു 10 പൈസ എനിക്ക് വേണ്ട. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ് മനോഹരൻ. പിന്നെ മാസാമാസം എന്തെങ്കിലും ഒരു പൈസ ആയിട്ട് തരണം. അതിന്റെ അഡ്വാൻസ് ഇപ്പം കിട്ടിയ വലിയ ഉപകാരം. വാടക ചിട്ട് എഴുതാൻ. എങ്ങനെയുണ്ട്? വെറുതെ അമ്പിളിയുടെ ചീത്ത വിളിച്ചോണ്ടിരുന്നത്. അതെ, നീ പോ നോക്ക് മനോര. ചെല്ലു ചെല്ല്. ഇതെന്താ കുഴിയൊക്കെ കുത്തിയിട്ട് എല്ലാരും കുഴിക്ക് ചുറ്റും നിൽക്കുന്നത്? പൂച്ചവെള്ളം ചത്ത? പൂച്ചല്ല, തറവാടാത്തെ. തറവാടി എത്തെങ്കിൽ ഇതിലും വലിയൊരു കുഴി വേണ്ട, ഇത് ചെറുതല്ലേ? സുനിത്താത്ത വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടോ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, അപ്പുണ്ണി അങ്ങ് വിട്ടുകളാ. താൻ കുച്ച കുയിൽ താൻ തന്നെ വീഴും. അപ്പുണ്ണിട്ടാല് വീണിട്ട് കയ്യും കാലും പൊടിയും. മനോഹരനോ? എവിടായിരുന്നു? കൊറേ കാലം ആയല്ലോ കണ്ടിട്ട്. തറവാട്ടിലൊരു ദുരന്തം ഉണ്ടാവുമ്പല്ലേ വരാനൊരു ത്രില്ല് ഉണ്ടാവൂലോ. ഓ, അപ്പൊ തറവാട്ടിലുള്ള എല്ലാരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? ആശ്വസിപ്പിക്കാൻ? അവൻ മുറിവിലെ ഉപ്പ് പുരട്ടാൻ വേണ്ടി വന്നവൻ. അപ്പുണ്ണേട്ടാ, ഈ തറവാട് പോകുന്നതിന്റെ സങ്കടത്തിലാ ഇതെല്ലാം പറയുന്നത് മനസ്സിലായി. അപ്പുണ്ണേട്ടാ, വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്ന സർക്കാരിന്റെ ഒരു പരിപാടി ഉണ്ട്, അതിലൊന്ന് അപേക്ഷ നോക്കിയേ. അതെ, ഈ തറവാട് പോയി നിന്നിയാണ്ട് ഉറപ്പിക്കൊന്നും വേണ്ട. പങ്കിമാവനെ കുഞ്ഞമ്മയായിട്ട് സംസാരിക്കാന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, അപ്പൊ അപ്പുണ്ണി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുമാരി ഒന്നും പറഞ്ഞില്ലേ? എന്റെ അപ്പുണ്ണി ആ ചർച്ചയൊക്കെ പരാജയപ്പെട്ടു. പങ്കമാനെ കുഞ്ഞമ്മ കണ്ടം വഴി ഓടിച്ചു. പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടു. എന്ന് നീ എന്നോട് പറയാഞ്ഞേ? എന്തിനാ ഇനിയും വിഷമം കയറിയിട്ട് ഈ കുഴി കുത്താനാ? പങ്കിയന്മാരെ കൊണ്ട് ഒരു കുഴവില്ല. അതെ, ഞങ്ങളെ കുടുംബകാര്യത്തിൽ നീ വല്ലാണ്ട് ഇടപെടണ്ട മനോര. തറവാട് കയ്യിൽ നിന്ന് പോകുമ്പോ അഹങ്കാരത്തിന് ഒരു കുറവില്ല അപ്പുണ്ണേട്ടന്. എന്റെ മനോഹരേട്ട ഒന്നും മിണ്ടാതിരിക്ക്. അപ്പുണ്ണിയേട്ടൻ തറവാട് പോകുന്നതിന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. മനോഹരേട്ടൻ ചെല്ലാൻ നോക്ക്, പോയിട്ട് കേബിളിലെ കാശ് പിരിക്ക്. ചെല്ല് ചെല്ല് മനോഹര, ചെല്ല് മനോഹരേട്ടാ. ഇനിയിപ്പോ ഈ തറവാടിനെ രക്ഷിക്കാൻ എന്താടി ഒരു വഴി? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല ചേച്ചി. എന്നാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ട്. പങ്കിയമ്മാനേക്കാൾ ശക്തിയും ബുദ്ധിയും ഉള്ള ഒരാൾ ഈ തറവാട്ടിലുണ്ട്. അയാൾ വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. സാറാമ്മ. അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. എന്താ വൈകിയെന്ന് ചോദിച്ചാൽ സമാധാനം പറയേണ്ടത് ഞാനാ. അതുപോലെ പറഞ്ഞാൽ നിങ്ങൾ പെണ്ണുങ്ങൾ വന്നില്ലയോ? എടാ ഇങ്ങോട്ട് അനങ്ങി നടക്കാനെന്ന്. നിങ്ങൾക്ക് നടക്കാനും വയ്യേ? അവര് ഷാഹിന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആ സാറാമ്മയുടെ എന്ന് പറഞ്ഞാലേ പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കൃത്യനിഷ്ഠമുള്ള സമയനിഷ്ഠമുള്ള ഒരാളാ. അതെല്ലാം ഒന്നല്ലേ ഉമ്മ? എന്നിട്ട് നീ ഏതെങ്കിലും ഒന്ന് ഇതുവരെ പാലിച്ചിട്ടുണ്ടോ? നടക്കങ്ങോട്ട്. അയ്യോ, എന്താ ഇപ്പൊ സമയം എത്രയായി കാണും? 11 മണിയൊക്കെ ആയി കാണും. 11 മണി അയച്ചാ? ഈ മാമാവക്ക് താറാമുട്ട കൊടുക്കാൻ നേരെ അയച്ചു. ഞാൻ പോയി കൊടുത്തിട്ട് മാമയുടെ പുഴുങ്ങിയ മുട്ട. നടക്കിങ്ങോട്ട്. അവര് നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. നടക്ക് ഇങ്ങോട്ട് വരാൻ. എവിടെ ആയിരുന്നു ഇത്ര നേരം? അമ്മായി എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? സോറി അമ്മായി. ഞാൻ എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കുന്നറിയോ? ഈ പിള്ളേരൊന്ന് അനങ്ങി വരണ്ടേ? ഈ പിള്ളേർക്കാണെങ്കിൽ തീരെ സമയനിഷ്ഠയില്ല, കൃത്യനിഷ്ഠയില്ല, പഞ്ച്വാലിറ്റി തീരെയില്ല. ഓ, അതൊക്കെ ഒന്നാ സമയം കളയണ്ട, ചടങ്ങ് തുടങ്ങാം. എന്ത് ചടങ്ങ്? അതൊക്കെ അമ്മായി പറയും, മിണ്ടാ നിക്ക്. ഉണ്ടാക്കി. സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു രഹസ്യയോഗം കൂടിയിരിക്കുന്നത്. അയ്യോ, ഇത് രഹസ്യയോഗമാ? പിന്നല്ലാതെ രാധകുഞ്ഞമ്മ ഇവിടുന്ന് ഇറക്കി വിടുന്നത് പരസ്യയോഗം കൂടാൻ പറ്റുമോ? അങ്ങനെ വല്ല പരസ്യയോഗം കൂടിക്കഴിഞ്ഞാൽ അവരാദ്യം നമ്മളെ ഇറക്കി വിടത്തില്ലേ? ഈ വീട്ടിലെ രഹസ്യയോഗം കൂടാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലത്താ. അയ്യോ, അപ്പടിയാണ് உங்களுக்கு തെറ്റി. ഈ സ്ഥലം സീക്രട്ട് പറയാനേ കൊള്ളൂല. ഒരു നിമിഷം ഞാൻ ഇപ്പൊ വരേ. എവിടെ പോന്നു? എടി കൊച്ചെ, യോഗം കഴിഞ്ഞിട്ട് പോവാന്ന്. ഇപ്പൊ വരേ, സമയം പോയി.
വേഗം ആയിങ്ങോട്ട്. സേഫ് ആണ്. എന്താ എന്താ ഞാന് പങ്ക്യമ്മോൻ അതിനകത്തുണ്ടോ നോക്കാൻ പോയി. ഇതിനകത്ത് പോന്നിരിക്കുന്നത്? അയ്യ അതറിയില്ലേ, ഇത് പങ്ക്യാമന്റെ കക്കൂസാ. അങ്ങേർക്ക് മേളിലൊരെണ്ണം ഉണ്ടല്ലോ. എന്നാലും പങ്ക്യാമന്റെ ഇവിടെയാ പോവാ. ഓ, സ്വന്തം ഭർത്താവിന്റെ കക്കൂസ് എവിടെയാന്ന് പോലും അറിയാത്ത ഭാര്യ. ഓ, ഇപ്പൊ അതാണ് ഇവിടുത്തെ ചർച്ച. അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനും മാമാവും കൂടെ ഒരു ദിവസം ഇവിടുത്തെ സീക്രട്ട് ചൊല്ലി. അപ്പൊ പങ്ക്യമോൻ അതിനകത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ സീക്രട്ട് ഒക്കെ പൊളിഞ്ഞു പോയച്ച്. പക്ഷെ ഇപ്പൊ ആരുമില്ല, സേഫ് ആണ്. ചൊല്ലുക. കഴിഞ്ഞ ഇനി നിങ്ങൾ ആരെങ്കിലും വാ തുറന്ന ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടോ. അയ്യോ അമ്മായി, അക്ക നമ്മുടെ സേഫ്റ്റി നോക്കി പറഞ്ഞല്ലേ. ഇനി അമ്മായി പറഞ്ഞോ. സുഹൃത്തുക്കളെ, എന്തോ മണ്ണിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടങ്ങൾക്ക് മനുഷ്യരാശിയോളം തന്നെ പ്രായമുണ്ട്. മൃഗങ്ങളുടെ വാസ്തലമായ ഗുഹകൾ മനുഷ്യൻ തന്റെ വാസ്തലമാക്കിയപ്പോൾ അത് വെട്ടിപ്പിടിക്കാമെന്ന മറ്റു മനുഷ്യരുമായി അവന് കലഹിക്കേണ്ടി വന്നു. ഒരുപക്ഷെ മനുഷ്യന്മാർ തമ്മിലുള്ള ആദ്യ യുദ്ധമുണ്ടായത് തന്റെ വാസസ്ഥലത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ് തന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ അവന്റെ മണ്ണ്. അതെ അമ്മായി, ഈ പാർട്ടി ക്ലാസ് എടുക്കും പോലെ വേണ്ട, കുറച്ച് ലളിതമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. എന്താന്നറിയാ, എനിക്ക് മാത്രമേ കൂട്ടത്തിൽ മനസ്സിലായിട്ടുള്ളൂ. ഈ പിള്ളേർക്കാർക്കും മനസ്സിലായിട്ടില്ല. അതാ കണ്ട സുരത്തേക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞു. അത് ഒറ്റ വാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ കാര്യങ്ങളല്ലേ. അതെന്ന് വെച്ചാ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അത്ര എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മായി വെറുതെ സമയം കളയേണ്ട, ഒന്നും മനസ്സിലായിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു കൂട്ടം ആൾക്കാർക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് അതിന് കാരണക്കാരിയായ ആളെ ഇവിടുന്ന് തന്നെ പുറത്താക്കുന്നത്. മനസ്സിലായില്ല. ഓ, അതായത് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്ന ആരാ? കുഞ്ഞമ്മയല്ലേ? അപ്പൊ കുഞ്ഞമ്മ ഇവിടുന്ന് പുറത്താക്കുന്നതാണ് നല്ലതെന്ന്. അതുക്കാണ് ഇവർ ഇത്രയും വാർത്ത ചൊല്ലിയത്. ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരുന്ന മാതിരി ഇരുന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടെന്നേ. എല്ലാവരോടും കൈയടിച്ച് ആൾക്കാർ വരില്ല. ഇത് രഹസ്യ യോഗമല്ല. എന്നാ പിന്നെ രഹസ്യമായിട്ട് കൈയടിച്ച് പാസ്സാക്കാം. ഓ, ഇത് എന്താണ് എന്റെ ഉമ്മക്ക്? എന്റെ ഉമ്മ ഒന്ന് അടങ്ങിയിരിക്കും. ഞാൻ മണ്ട കൈയടിച്ച് പാസ്സാക്കാൻ പിടിക്കുക. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. തീർന്നില്ലേ? ഇല്ല സുഹൃത്തുക്കളെ, കലാപകാരികൾ പിടിച്ചടക്കി വെച്ചിരുന്ന അനേകായിരം ഗ്രാമങ്ങളെ ഞാൻ വളരെ നിഷ്പ്രയാസം ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഇന്നലെ കയറി വന്ന രാധാലക്ഷ്മി എന്ന ഈ ക്രിമിനലിനെ ഒഴിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പൂ പറിക്കുന്നവരെ ലാഘവമുള്ള കാര്യമാണ്. അതിപ്പോ വലിയ പ്രയാസമൊന്നുമില്ല. ഞങ്ങളോട് കുറച്ചു മുമ്പ് പ്രസംഗിച്ച ആ പ്രസംഗം ഉണ്ടല്ലോ, അത് അവരുടെ മുമ്പിൽ അങ്ങ് പ്രസംഗിച്ച അവര് പേടിച്ചങ്ങ് ഓടി പോവല്ലോ. വിളിച്ചോണ്ട് പോടി നിന്റെ ഉമ്മേനെ. സാറാമ്മ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനെന്നൊക്കെ പറഞ്ഞാലേ മണ്ണിന്റെ മണമുള്ള പച്ചയായ സ്ത്രീയാ. എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറ. അതെ, ഒന്നും മിണ്ടാതെ നിക്ക് അമ്മായി. അവരെ ഇവിടുന്ന് ഓടിക്കാൻ എന്ത് വഴിയായാലും ഞങ്ങൾ എല്ലാരും അമ്മയുടെ കൂടെ ഉണ്ടാവും. അതെ, ഈ തറവാടിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തിനും ഏതിനും ഞങ്ങൾ അമ്മായിയുടെ കൂടെ കാണും. അമ്മായിയാണ് ഞങ്ങളുടെ നേതാവ്. ഞങ്ങളുടെ ഓമന മണിമോ ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പൊ ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങൾ പുറത്തൊരാള് പോലും ഇനി അറിയരുത്. പരമരഹസ്യായിരിക്കണം. വാക്ക്. അപ്പൊ ഡിസ്പേഴ്സ്, പിരിഞ്ഞു പോകാൻ. പിരിഞ്ഞോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.